ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ ലൈനപ്പായി കാരിച്ചാൽ, നടുഭാഗം ഗബ്രിയേൽ, മഹാദേവിക്കാട് ചുണ്ടനുകളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുക. ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഴുവൻ ആവേശം പുന്നമടക്കായലിലെത്തുന്നു എന്ന് തന്നെ പറയാം. വള്ളംകളി എന്നത് ഒരുപക്ഷെ വിനോദസഞ്ചാരികളെ അടക്കം കേരളത്തിൻ്റേതായ തനതു സാംസ്കാരിക തനിമയിൽ പുരോഗമിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ പുരോഗമിക്കുകയാണ്. ഫൈനൽ ഓളപ്പരപ്പുകളിൽ ആവേശം തീർത്ത് പുന്നമടക്കായലിൽ വള്ളംകളി പുരോഗമിക്കുകയാണ്. ആവേശമായി നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 64ാമത് നെഹ്റു ട്രോഫി ജലമേള പുരോഗമിക്കുകയാണ്. പുന്നമടക്കായലിൽ നിന്നും തത്സമയം വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുന്നു. ഷാജി, ഫൈനൽ ആരംഭിച്ചോ? മാസ്റ്ററിൽ എങ്ങനെയിരുന്നു? സമഗ്രമായ വിവരങ്ങളിലേക്ക്. അജിൻഷാദെ, വളരെ വാശിയേറിയ മത്സരമാണ് പുന്നമടക്കായലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൂസേഴ്സ് ഫൈനൽ, അതായത് 4ാം സ്ഥാനത്തെത്തിയ വള്ളങ്ങളിൽ 1ാം സ്ഥാനത്തെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം 3-2 സ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കും. അതിനുശേഷമായിരിക്കും നെഹ്റു ട്രോഫി ആര് കരസ്ഥമാക്കണമെന്ന് സംബന്ധിച്ചുള്ള ഫൈനൽ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ 20 വള്ളങ്ങളിൽ നടന്ന ലൂസേഴ്സ് പ്രാഥമിക മത്സരങ്ങളിൽ 4 വള്ളങ്ങളാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. കാരിച്ചാല്, കുമരകം വേമ്പനാട് ബോക്സ് കാരിച്ചാൽക്കുണ്ട് 4.15 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തു. മഹാദേവിക്കാട് കാറ്റിൽ തെക്കേതിൽ വള്ളം 4.31 സെക്കൻഡ് .6 കൊണ്ട് ഫിനിഷ് ചെയ്തു. 4.31 സെക്കൻഡ് കൊണ്ട് ഗബ്രിയേൽ ചുണ്ടം UBC കൈനേരി വരുന്ന ഗബ്രിയേൽ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നടുഭാഗം ചുണ്ടം വില്ലേജ് ബോട്ട് എടുത്ത പറഞ്ഞ നടുഭാഗം ചുണ്ടൻ വള്ളം 4.32 സെക്കൻഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അജിൻഷാദെ, മുൻ വർഷങ്ങളിലൊക്കെ നറുക്കിട്ടായിരുന്നു ഈ 16 ചുണ്ടൻ വള്ളങ്ങളെ ഓരോ ഹീസിലും മത്സരിപ്പിച്ചിരുന്നത്. അതിൽ ആദ്യമെത്തുന്ന വള്ളങ്ങൾ വെച്ചായിരുന്നു ഫൈനൽ നടന്നിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഹീസിൽ 1ാമത് വന്നാലും, അതായത് ആദ്യപാദ മത്സരങ്ങളിൽ 1ാമത് വന്നെങ്കിൽ പോലും കുറഞ്ഞ സമയം കൊണ്ട് ഫൈനലിലെത്തിയ 4 വള്ളങ്ങളെ വെച്ചുകൊണ്ടാണ് ഇത്തവണ ഫൈനൽ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് സംഘാടകരുടെ പുതിയൊരു തീരുമാനമായിരുന്നു. പക്ഷെ ആ തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്നത് തെളിയിക്കുന്ന തരത്തിലുള്ള മത്സരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2-3 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഓരോ വള്ളങ്ങളും പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുന്നതിന് ചുണ്ടൻ വള്ളങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ 2 മണിയോടുകൂടിയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത്. നമ്മുടെ സംസ്ഥാന മന്ത്രിമാരും അതുപോലെ ജനപ്രതിനിധികളടക്കം വിശിഷ്ട അതിഥികൾ എല്ലാവരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. മുഖ്യാതിഥിയായിട്ട് കേരള ഗവർണറായിരുന്നു എത്തിയിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള മാസ്റ്ററിന് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരങ്ങൾ നടന്നത്. അതിനുശേഷം ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ നടന്നു. ആ മത്സരങ്ങളുടെ പ്രാഥമിക മത്സരങ്ങൾ മാത്രമാണ് നടന്നത്. ഇനിയിപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ 3ഉം 4ഉം 1ാമതും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം, എനിക്ക് തോന്നുന്നത് ഒരു 15 മിനിറ്റിനുള്ളിൽ നെഹ്റു ട്രോഫി 64ാമത് നെഹ്റു ട്രോഫി ആര് കരസ്ഥമാക്കുമെന്ന് നമുക്ക് ഒരു 15-20 മിനിറ്റിനുള്ളിൽ പറയാൻ സാധിക്കും. തീർച്ചയായും ഷാജഹാൻ, അങ്ങനെയാണെങ്കിൽ ഈ ബുള്ളറ്റിൽ തന്നെ അതിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് ഫൈനലിന്റെ അവസാനം എങ്ങനെയാണ്, ആരാണ് ട്രോഫി കരസ്ഥമാക്കുന്നത് എന്നതിലേക്ക് എത്താം. ഷാജിയാണ് പുന്നമടക്കായലിൽ നിന്നും സമഗ്രമായ വിവരങ്ങളും ദൃശ്യങ്ങളും നൽകിയത്. We are going to witness the finals of 64th Nehru Trophy boat race. UBC എടത്തുവായുടെ KR ഗോപകുമാർ നയിക്കുന്ന നടുഭാഗം 3ാമത്തെ ട്രാക്കിൽ 9ാം നമ്പർ വള്ളം വേമ്പനാട് ബോട്ട് ക്ലബ് നയിക്കുന്ന ജെയിംസ് കുട്ടിയുടെ കാരിച്ചാൽ, ചരിത്രമുള്ള കാരിച്ചാൽ, ജലചക്രവർത്തിയായ കാരിച്ചാൽ, പുന്നമടയുടെ രാജാവായ കാരിച്ചാൽ, അത് 4ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരികയാണ്. മത്സരം ആരംഭിച്ചിട്ടില്ല. തയ്യാറായി കിടക്കുന്ന ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാര് വളരെ ശ്രദ്ധാലുക്കളായി കാണപ്പെടുകയാണ്. അവര് തലങ്ങും വിലങ്ങൊന്നും നോക്കുന്നില്ല. ഏകാഗ്രതയോടുകൂടി വള്ളത്തിന്റെ അണിയത്തേക്ക് നോക്കിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി ഒരു അസ്ത്രം കണക്കെ പായം തയ്യാറായിട്ട് കിടക്കുകയാണ്. 4 വള്ളങ്ങൾ ഗബ്രിയേല്, മഹാദേവികാട് കാട്ടിത്തക്കേതില് നടുഭാഗം 1952 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങിയ ആ ജലമോഹിനി, അദ്ദേഹത്തിന്റെ പാദപത്മങ്ങൾ പതിഞ്ഞ നടുഭാഗം 3ാമത്തെ ട്രാക്കിൽ. അങ്ങനെയെങ്കിൽ 74 മുതൽ നെഹ്റു ട്രോഫിയിൽ അശ്വമേധം നടത്തിയ കാരിച്ചാൽ
നാലാമത്തെ ട്രാക്കിൽ. അങ്ങനെ 4 വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമായതുകൊണ്ടാകാം ഇവിടെ ആകെ ആവേശം കൊണ്ട് ജ്വലിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മറ്റൊരു ഫിനിഷിംഗ് പോയിന്റ് ആണോ എന്ന് തോന്നിപ്പോകും. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫിനിഷിംഗ് പോയിന്റിൽ അതേ ആവേശം തന്നെയാണ് പ്രിയമുള്ള ജലോത്സവ പ്രേമികളെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. കാരണം പൂർത്തിയാകും. പുന്നമടക്കായലിൽ ആവേശം വിതറി നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനലിലേക്ക് അടുക്കുന്നു. വെറും 4 മിനിറ്റിനുള്ളിൽ വിജയി ആരെന്നറിയാനാകും. കാരിച്ചാൽ, നടുഭാഗം, ഗബ്രിയേൽ, മഹാദേവിക്കാട് ചുണ്ടനുകളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. വെള്ളത്തെ തീപാറിച്ച ആവേശവുമായി വള്ളംകളി പുരോഗമിക്കുകയാണ്. അവസാന നിമിഷങ്ങളിലേക്ക്, ഫൈനലിന്റെ അവസാനത്തിലേക്ക്. ഇപ്പോൾ ഷാജി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷാജഹാൻ, എന്തൊക്കെയാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ? എത്ര മിനിറ്റിനുള്ളിൽ വിജയി അറിയാനാകും? അജിൻഷാനെ, നെഹ്റു ട്രോഫി 64ാമത് നെഹ്റു ട്രോഫി ആര് കരസ്ഥമാക്കുമെന്ന് അറിയാൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് മതിയാവും. കാരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ 4 ചുണ്ടൻ വള്ളങ്ങൾ, അതായത് ഫൈനലിലെത്തിയ 4 ചുണ്ടൻ വള്ളങ്ങൾ സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഫൈനലിലെത്തിയ 20 വള്ളങ്ങളിൽ നിന്നും ഫൈനലിലെത്തിയ 4 വള്ളങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ കാരിച്ചാലാണ് 4.15 സെക്കൻഡ് കൊണ്ടെത്തിയ കാരിച്ചാലാണ്. വേമ്പനാട് ബോട്ട് ക്ലബാണ് കാരിച്ചാൽ തുടരുന്നത്. ജെയിംസ് കുട്ടി ജേക്കബാണ് അതിന്റെ ക്യാപ്റ്റൻ. 4.31 സെക്കൻഡിൽ മഹാദേവിക്കാടാണ് അടുത്ത ഒരു വള്ളം എന്ന് പറയുന്നത്. കാറ്റൽ തെക്കേടാണ് ആ ബോട്ട് തുടയുന്നത്. ഗബ്രിയേൽ ചുണ്ടനാണ് മൂന്നാമതെത്തിയിരിക്കുന്ന മറ്റൊരു ചുണ്ടൻ. 4.31 സെക്കൻഡ് കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. UGC കൈനകരിയാണ് തുടയുന്നത്. UGC കൈനകരി എന്ന് പറയുമ്പോൾ 13 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ഒരു ക്ലബ്ബാണ്. കൈനകരിയിലെ യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബാണ് UGC. 4ാമതെത്തിയിരിക്കുന്നത് നടുഭാഗമാണ്. വില്ലേജ് ബോട്ട് ക്ലബ് എടത്തോളാണ് ഈ വള്ളം തുടയുന്നത്. 4.32 സെക്കൻഡ് കൊണ്ടാണ് ഈ വള്ളം ഫിനിഷ് ചെയ്തത്. ഇങ്ങനെ സമയക്രമത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഫൈനലിലെത്തിയ 4 വള്ളങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 4 വള്ളങ്ങൾ തമ്മിലുള്ള ഫൈനൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1177 മീറ്റർ ദൂരത്തു നിന്നാണ് വള്ളം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 4 മിനിറ്റിന് ശേഷം മാത്രമേ ഈ വള്ളങ്ങളെല്ലാം തന്നെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുകയുള്ളൂ. എന്തായാലും 64ാമത് നെഹ്റു ട്രോഫി ജലമേള വളരെ വാശിയേറിയ മത്സരങ്ങളാണ് കഴിഞ്ഞ ഓരോ നിമിഷങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഫൈനലിൽ കുറഞ്ഞ സമയം കൊണ്ടെത്തിയ 4 വള്ളങ്ങൾ വരികയാണ്. അതിവാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ആ 4 ജലമോഹിനികളെ ഒരുപോലെ കുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയ പോരാട്ടമാണ്, ഉഗ്രൻ പ്രകടനമാണ്. ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫിനിഷിംഗ് വരികയാണ്. ചിഹ്നമായ പ്രകടനം. അങ്ങനെ ട്രാക്കുകളെ വീതിക്കുന്ന ആ ധ്വജങ്ങൾക്ക് മധ്യത്തിലൂടെ തിരിച്ചുപായുന്ന 4 വള്ളങ്ങൾ. മഹാദേവികാട്, നടുഭാഗം, കാരിച്ചാൽ നടുഭാഗം, മഹാദേവികാട്, ഗബ്രിയേല് പറയാനൊക്കത്തില്ല. തുടർന്നുള്ള ഓരണത്തിനായിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നയിച്ചു കൈമാറുകയാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് സമാപനം കുറിച്ചുകൊണ്ട് 64ാമത് നെഹ്റു ട്രോഫി ആര് കൈപ്പിടിയിൽ ഒതുക്കും എന്നുള്ള ആകാംക്ഷയെ അല്പനിമിഷങ്ങൾക്കകം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 1ാമത്തെ ട്രാക്കിൽ ഗബ്രിയേൽ, 2ാമത്തെ ട്രാക്കിൽ മഹാദേവ് കാട്ടിൽ തെക്കേതിൽ, 3ാമത്തെ ട്രാക്കിൽ നടുഭാഗം, 4ാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ. കുട്ടനാട്ടിലെ തലയെടുപ്പുള്ള ജലരാജാക്കന്മാർ, ജലചക്രവർത്തിമാർ ജലരാജപട്ടത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ 1ാമത്തെ ട്രാക്കിലുള്ള ഗബ്രിയേൽ, 2ാമത്തെ ട്രാക്കിലുള്ള മഹാദേവികാട്, 3ാമത്തെ ട്രാക്കിലുള്ള നടുഭാഗം, 4ാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ. വിഖ്യാതമായ നെഹ്റു ട്രോഫി പല ഊരുകളിൽ വെച്ച കാരിച്ചാൽ, നടുഭാഗം, മഹാദേവികാട്, ഗബ്രിയേൽ എന്നീ ചുണ്ടനുകൾ ആർത്തലച്ച് ഇരു കരകളിൽ നിന്നുള്ള ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നെഹ്റു ട്രോഫിയുടെ ട്രാക്കിൽ കൂടി 1175 അടി നീളമുള്ള ട്രാക്കിൽ കൂടി ആവേശത്തിന്റെ തുഴകൾ ചീറിയെറിഞ്ഞുകൊണ്ട്, പങ്കായം അമർത്തിയെറിഞ്ഞുകൊണ്ട്, അമരവും അണിയവും ഒരേ ഏകാഗ്രതയിൽ ചലിപ്പിച്ചുകൊണ്ട് ഈ പുന്നമടക്കായലിന്റെ വിരിമാറിൽ കൂടി 1000 കാത്തവീര്യ അർജുനന്മാര് ഒന്നിച്ചു തുഴഞ്ഞു വരുന്ന അതേ വീര്യത്തോടുകൂടി പുന്നമടയുടെ താരമാകുവാൻ, പുന്നമടയുടെ വികാരമാകുവാൻ ഒറ്റക്കുതിപ്പ്, ഒരേ താളം, ഒരേ നയമ്പ്, ഒരേ തുഴ, ഒന്നു മാത്രം നെഹ്റു ട്രോഫി തങ്ങളുടെ കയ്യിലിരിക്കണം, തങ്ങളുടെ കരയിലിരിക്കണം, തങ്ങളുടെ വള്ളത്തിനാവണം. ഗബ്രിയേലാണോ, മഹാദേവികാടാണോ, നടുഭാഗമാണോ, കാരി
മലയിൽ ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ 17 നമ്പർ വള്ളം ഗബ്രിയൽ യുണൈറ്റഡ് ബോട്ട് കൈനഗരി അച്ഛൻ കുഞ്ഞാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ രണ്ടാം ട്രാക്കിലൂടെ മഹാദേവി കാട്ടിൽ 18 നമ്പർ വള്ളം പുന്നമട ബോട്ട് ബിജോയ് സുരേന്ദ്രനാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിലൂടെ നടുഭാഗം 952 വണ്ടിയുടെ വാഹസ്പർശനമേറ്റ നടുഭാഗം മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നാലാം ട്രാക്കിലൂടെ കടന്നു വരുന്നു കരുത്തിന്റെ പര്യായമായ അമ്പയെ വീട്ടിലാക്കിക്കൊണ്ട് എഴുതിവിട്ട ശരം പോലെ കാറ്റ് വലിക്കപ്പെട്ട വടിയുടെ പോലെ ചരിത്രം ആവർത്തിക്കുന്നു. 14ാമത്തെ വിജയത്തിന് വേണ്ടി എന്തൊരു കുതിപ്പ, എന്തൊരു വരുവ, വിരൽ പോലെ 11ാം നമ്പർ വേണം മറ്റു പ്രതിയോഗികളെ ഉള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് തൊട്ടുപുറകിൽ നടുഭാഗവും കണ്ണിത്തെക്കാനും ഗബ്രിയേലും ഒരു ചരടി കെട്ടിപ്പിടിച്ചതുപോലെ ഇതാ ഒന്നാം ട്രാക്കിലൂടെ ഗബ്രിയേൽ രണ്ടാം സ്ഥാനത്തെത്തി. മൂന്നാം ട്രാക്കിലൂടെ ഇതാ കടന്നു വരുന്നു. മനോഹരമായ രീതിയിൽ പുന്നമറയുടെ ചരിത്രമായി മാറി കരിച്ചാൽ പ്രതിയോഗിയെ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് തൊട്ടുപുറയിൽ ഗബ്രിയേലും കടന്നു വന്നു. തീർച്ചയായും ജലമേളയുടെ വിജയി കാരിച്ചാൽ തന്നെ. ഷാജഹാൻ ചേരുന്നുണ്ടെങ്കിൽ ഷാജി, കാരിച്ചാൽ തന്നെ കരുത്തറന്ന് തെളിയിച്ചു. ചരടി കെട്ടിപ്പിടിച്ചതുപോലെ കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് ഓരോ ഇഞ്ചിലും ഒരു കുതിപ്പ്, ഓരോ കുതിപ്പിലും ആവേശത്തിന്റെ തീരമാലകൾ. ഇരു വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു. സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മത്സരത്തിൽ തീർച്ചയായിട്ടും അർഹിക്കുന്ന വിജയം തന്നെയാണ് കാരിച്ചാൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കാരിച്ചാലിനാണ് കരുത്ത് എന്ന് തെളിയിച്ചു. കാരിച്ചാൽ 1ാം സ്ഥാനത്തെത്തി.